Hi friends, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈൻമാസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കൈൻമാസ്റ്ററിൽ വന്നിട്ട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബർത്ത്ഡേക്കൊക്കെയാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ആ ടെസ്റ്റ് എഴുതി കൊടുക്കാറുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ അതിന് ഫോണ്ട് സ്റ്റൈലൊക്കെ മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കളറും വന്നിട്ട് ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അതേസമയം തന്നെ നമുക്ക് ആനിമേഷനായിട്ട് നമുക്ക് ആ ടെക്സ്റ്റ് വന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിനകത്ത് നല്ല ലൈറ്റൊക്കെ കത്തുന്നത് പോലെ ആനിമേഷനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നമുക്ക് ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു എഡിറ്റിംഗ് പാർട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫസ്റ്റ് കാണുന്ന റേഷ്യോ തന്നെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ മീഡിയ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്ഷനുണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് കാണുന്ന ആ ബ്ലാക്ക് തന്നെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ എത്ര മിനിറ്റാണോ എത്ര സെക്കൻഡാണോ നമുക്ക് അങ്ങനെ അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ അതിനൊന്ന് വലുപ്പത്തിലാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ഇതിനെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ബ്ലൂ കൊടുക്കുകയാണ്. അല്ലാതെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കൊടുക്കുക. റെഡ് കൊടുത്തതിന് ശേഷം ഇവിടെ സൈഡിലായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ വന്നിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇവിടെ എക്സ്പോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ന്യൂ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് കൊടുത്ത് ഫസ്റ്റുള്ള റേഷ്യോ ക്ലിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ മീഡിയയിൽ പോവാം. മീഡിയയിൽ പോയതിനു ശേഷം ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നമുക്ക് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആ ബ്ലൂ കളർ എടുക്കുകയാണ്. എടുത്തതിന് ശേഷം അതിൻ്റെ സെക്കൻഡും മിനിറ്റും ഒക്കെ വന്നിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ ബ്രൈറ്റ്നെസ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫിൽറ്റർ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഈ പിക്ചറിന് തന്നെ നമുക്കൊരല്പം ബ്രൈറ്റ്നെസ് ആക്കിയിട്ടും പിന്നെ ഒരു ചേഞ്ചൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ പിക്ചറിന് വന്നിട്ട് മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് കാണുന്ന മീഡിയയിൽ പോവുക. പോയതിനു ശേഷം നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മീഡിയയെ കൊണ്ട് ഇവിടെ ഫുൾ സ്ക്രീനാക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എനാബിൾ ആക്കി വിടുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ടെക്സ്റ്റ് മാത്രമേ ഇപ്പോൾ അവിടെ കാണുന്നുണ്ട്. കണ്ടില്ല, പുറകിൽ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു കളർ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ആ ടെക്സ്റ്റിൽ വന്നിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് ആയിരിക്കും എടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് അവിടെ ആ ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമുക്കവിടെ ഇഷ്ടമുള്ള കളറിൽ വന്നിട്ട് ചൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ വരയ്ക്കുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അങ്ങോട്ടൊന്ന് ആ ഒരു ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ടൊന്ന് വരച്ച് വിടുക. ഇതുപോലെ തന്നെ ഞാൻ 2-3 കളർ എടുത്തിട്ട് തുടരെ അതൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അത് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഇതിനൊക്കെ വന്നിട്ട് ഒരു ആനിമേഷൻ കൊടുത്ത് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മൂന്നാമത് കാണുന്ന ഒരു ആനിമേഷൻ അതിനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വരച്ച എല്ലാ ഇതിനും ഒരുപോലെ തന്നെ ഒരേ ആനിമേഷൻ കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്.
ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇതിലോട്ട് ആഡ് ചെയ്ത ആ മീഡിയ ഉണ്ടല്ലോ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ. എന്നിട്ട് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഒരു 3 ഡോട്ട് കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ടെക്സ്റ്റ് മാത്രം ഫ്രണ്ടിലോട്ട് കാണുന്നതായിരിക്കും. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ കൊടുത്ത ആ ഹാൻഡ് റൈറ്റിങ്ങിൽ ഏത് ആനിമേഷനാണോ കൊടുത്തത് അത് അങ്ങനെ വന്നിട്ട് ആ കളറൊക്കെ വന്നിട്ട് അവിടെ നല്ല രീതിക്ക് തിളങ്ങുന്നത് പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കൈൻമാസ്റ്ററിൽ വന്നിട്ട് ഒത്തിരി എഡിറ്റിങ്ങിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഞാൻ വഴിയെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.